ഇന്ന് നമ്മൾ PHP string array and functions and loops പറ്റി പഠിക്കും. അപ്പം PHP strings പറഞ്ഞാൽ ഒരു sequence of characters ആണ്, like hello world. sequence of charactersന് പറയുന്ന പേരാണ് string. അപ്പോൾ hello world ഒരു sequence of character ആണ്, അപ്പം hello world ഒരു string ആണ്. strlen പറഞ്ഞ ഫംഗ്ഷൻ സ്ട്രിങ്ങിന്റെ ലെങ്ത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The PHP strlen returns the length of the string. ഇപ്പോൾ നമുക്കൊരു സ്ട്രിങ്ങിന്റെ ലെങ്ത് വേണമെങ്കിൽ നമ്മൾ strlen പറഞ്ഞ ഫംഗ്ഷനാ യൂസ് ചെയ്യുന്നുണ്ട്. doc type HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്കോ പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കോ strlen hello world. അപ്പോൾ hello world പറഞ്ഞ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എത്രയാണ് ഇതിന്റെ ലെങ്ത്? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇതിന്റെ ലെങ്ത് നമുക്ക് 12 കിട്ടി. അപ്പോൾ അതാണ് strlen പറഞ്ഞ ഫംഗ്ഷൻ. ഇനി നമുക്ക് വേറെ ഫംഗ്ഷൻ നോക്കാം, str word count. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ എത്ര വേർഡ്സ് ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ str word count പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഹലോ വേൾഡ് പറഞ്ഞൊരു സ്ട്രിങ്ങിൽ ഇപ്പം നമുക്ക് എത്ര വേർഡ്സ് ആണ് ഇല്ലതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ str word count പറഞ്ഞ ഫംഗ്ഷനാ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം doc type HTML, അതായത് HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്കോ പറഞ്ഞാൽ പ്രിന്റ് ചെയ്യണം, എക്കോ str word count hello world. അപ്പോൾ ഹലോ വേൾഡിൽ പറഞ്ഞില്ല സ്ട്രിങ്ങിൽ എത്ര വേർഡ്സ് ഉള്ളത് അത് റിട്ടേൺ ചെയ്യും. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 2 കിട്ടി. എന്താ വെച്ചാൽ ഹലോ വേൾഡിൽ 2 വേർഡ്സ് ഉണ്ട്, ഒന്ന് ഹലോ, മറ്റേത് വേൾഡ്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 2 കിട്ടി. strrev പറഞ്ഞ ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹലോ വേൾഡ് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്, അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് strrev പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം doc type HTML ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്കോ ചെയ്തു, strrev ഹലോ വേൾഡ്. അപ്പം strrev പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ ഹലോ വേൾഡ് പറഞ്ഞ ആർഗ്യുമെന്റ് പാസ് ചെയ്തു. അപ്പം അത് പാസ് ചെയ്യുമ്പം എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ HTML ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് ഹലോ വേൾഡ് പറഞ്ഞ സ്ട്രിങ് റിവേഴ്സ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് strpos പറഞ്ഞ ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ കുറച്ച് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ strpos പറഞ്ഞ ഫംഗ്ഷനാ യൂസ് ചെയ്യുന്നുണ്ട്. The PHP strpos function searches for a specific text within a string. If a match is found, the function returns the character position of the first match. If no match is found, it will return false. അപ്പം ഒരു സ്ട്രിങ്ങിൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സെർച്ച് ചെയ്യും. ഇപ്പോൾ നമുക്ക് മാച്ച് കണ്ടുപിടിച്ചാൽ ആ ക്യാരക്ടറിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യും. മാച്ച് ഫൗണ്ട് ചെയ്തിട്ടെങ്കിൽ അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹലോ വേൾഡ് പറഞ്ഞ സ്ട്രിങ്ങിൽ വേൾഡ് പറഞ്ഞ ടെസ്റ്റിനെ നമുക്ക് സെർച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കാം. doc type HTML ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്കോ പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കോ strpos ഹലോ വേൾഡ്. അപ്പം ഈ strpos എന്ന ഫംഗ്ഷൻ രണ്ട് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഹലോ വേൾഡും ഒന്ന് വേൾഡും.
എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഹലോ വേൾഡിൽ വേൾഡ് പറഞ്ഞ സാധനം ഇല്ലത്. അപ്പോൾ ഹലോ വേൾഡ്. അപ്പം ഹലോ വേൾഡിൽ വേൾഡിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. അപ്പം നമുക്ക് 1 2 3 4 5 6 കിട്ടും. അപ്പോൾ അതാണ് str പോസ്. അതായത് സ്ട്രിങ്ങിലുള്ള സ്പെസിഫിക് ടെസ്റ്റിനെ കണ്ടുപിടിക്കും. പിന്നുള്ളത് str റീപ്ലേസ് ആണ്. ഒരു സ്ട്രിങ്ങിലുള്ള ടെസ്റ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഹലോ വേൾഡിൽ വേൾഡ് പറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ ഡോളിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഡോക് ടൈപ്പ് HTML ബോഡി PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്കോ str റീപ്ലേസ് വേൾഡ് ഡോളി ഹലോ വേൾഡ്, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഹലോ വേൾഡിൽ വേൾഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു വിത്ത് ഡോളി. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹലോ ഡോളി എന്ന് കിട്ടും. ഇനിയുള്ളത് PHP arrays ആണ്. An array stores multiple values in a single variable. അപ്പം array പറഞ്ഞാൽ ഒരു സിംഗിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഡോക് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, $cars പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി ഓഫ് array ടൈപ്പ് വോൾവോ BMW ടൊയോട്ട. echo I like $cars of 0, $cars of 1 and $cars of 2. അപ്പം $cars of 0ൻ്റെ വാല്യൂ വോൾവോ ആണ്, $cars 1ൻ്റെ വാല്യൂ BMW ആണ്, $cars 2ൻ്റെ വാല്യൂ ടൊയോട്ട ആണ്. അപ്പം ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് I like വോൾവോ BMW ആൻഡ് ടൊയോട്ട കിട്ടി. അപ്പം ഒരു അറേ പറഞ്ഞാൽ എന്താണ്? അറേ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ്, മോർ ദൻ വൺ വാല്യൂ അറ്റ് എ ടൈം. അപ്പോൾ അറേ ക്യാൻ ഹോൾഡ് മോർ ദൻ വൺ വാല്യൂ അറ്റ് എ ടൈം. If you have a list of items, a list of car names for example, storing the cars in a single variable look like this: cars 1 Volvo, cars 2 BMW, cars 3 Toyota. However, if you want to loop through the cars and find a specific one, and what if you have not 3 cars but 300? The solution is to create an array. അപ്പോൾ ഇവിടെ നമുക്ക് cars 1, cars 2, cars 3 അങ്ങനെ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ ഇപ്പോൾ 300 ഓർ മോർ കാർസ് ഉണ്ടെങ്കിൽ അതൊരു tedious ടാസ്ക് ആയിരിക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അറേ നമ്മൾ ഈ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കണ്ടെയ്നറിൽ തന്നെ എല്ലാ ഐറ്റംസും ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അറേൻ്റെ യൂസ്. An array can hold many values under a single name. അപ്പം multiple values under the single name, and you can access the values by referring to the index number. അപ്പോൾ നമുക്ക് അറേൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു PHPയിൽ അറേനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അറേ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറേനെ ഉണ്ടാക്കുന്നത്. 3 type of arrays ഉണ്ട് PHPയിൽ. ഇൻഡെക്സ്ഡ് അറേസ്, അതായത് അറേസ് വിത്ത് ന്യൂമറിക് ഇൻഡെക്സ്; അസോസിയേറ്റീവ് അറേസ് വിത്ത് named keys; multidimensional arrays containing one or more arrays. Get the length of the array, the count function. അപ്പോൾ അറേൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡോക് ടൈപ്പ് HTML ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, കാർസ് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി,
of array type Volvo, BMW, Toyota. ಇಲ್ಲಿ array of 0 Volvo ആണ്, array of 1 BMW, array of 2 Toyota. അത് നമുക്ക് മനസ്സിലായി. പിന്നെ echo count $cars. എത്ര കാർസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ echo count $cars എന്ന് കൊടുക്കുമ്പോൾ arrayയിൽ 3 values ഉണ്ട്. array of 0ൽ Volvo, array of 1ൽ BMW, array of 2ൽ Toyota. അപ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 3 കിട്ടും. ഇതാണ് കൗണ്ട് ഫംഗ്ഷൻ. ഇനി നമുക്ക് PHP യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നോക്കാം. Besides the built-in PHP function, it is possible to create your own functions. അപ്പോൾ നമുക്ക് നമ്മളേതായി ഉള്ള ഒരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. A function is a block of statements that can be repeatedly in a program. അപ്പം ഒരു പ്രോഗ്രാമിലുള്ള റിപ്പീറ്റഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് block of statements that is repeatedly in a program. A function will not execute automatically when a page load. അപ്പോൾ ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആവില്ല. ഫംഗ്ഷനെ വിളിച്ചാൽ മാത്രമേ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. അതിന് പറയുന്ന പേരാണ് ഇൻവോക്കേഷൻ, ഇൻവോക്കിംഗ് എ ഫംഗ്ഷൻ. Create a user-defined function in PHP. A user-defined function declaration starts with the word function. ഇപ്പോൾ നമുക്കൊരു ബിൽഡ് ഇൻ ഫംഗ്ഷൻ അല്ലാണ്ട് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മ ഫംഗ്ഷൻ പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫംഗ്ഷൻ്റെ പേരിൻ്റെ ബിഫോർ നമ്മ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ നെയിം, പിന്നെ കേർലി ബ്രേസസ് ഉള്ളിൽ കണ്ടന്റ് ഉള്ളിൽ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. A function name must start with a letter or underscore. Function names are not case sensitive. അപ്പം ഫംഗ്ഷൻ്റെ പേര് ഒന്നെങ്കിൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ എന്നായിരിക്കും ബിഗിൻ ചെയ്യേണ്ടത്. നമുക്ക് നമ്പറിന് ബിഗിൻ ചെയ്യാൻ പറ്റൂല. ഫംഗ്ഷൻ നെയിംസ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. അപ്പം അപ്പർ കേസും ലോവർ കേസും ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഏത് കേസിനാണെങ്കിലും അത് എടുക്കുന്നുണ്ട്. അതാണ് നോട്ട് കേസ് സെൻസിറ്റീവ്. Give the function a name that reflects what the function does. In the example below, we create a function name called writeMessage. Open curly brace indicates the beginning of the function and the closing curly brace indicates the end of the function. The function outputs hello world. To call the function, just write its name followed by brackets. അപ്പം ഫംഗ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ കേർലി ബ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഡോക് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, പിന്നെ ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് മെസ്സേജ് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. പിന്നെ എക്കോ ഹലോ വേൾഡ്, അതിൽ നമ്മൾ എക്കോ ഹലോ വേൾഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ റൈറ്റ് മെസ്സേജ് പിന്നെ വിളിച്ചു. അപ്പം എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പം റൈറ്റ് മെസ്സേജിനെ വിളിച്ചാൽ ആ കേർലി ബ്രേസസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം എക്കോ ഹലോ വേൾഡ്, അപ്പം ഹലോ വേൾഡ് പ്രിൻ്റ് ആവും. PHP function arguments. Information can be passed to functions through arguments. An argument is just like a variable. അപ്പം ഇൻഫർമേഷൻ നമുക്ക് ഫംഗ്ഷനിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും യൂസിങ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് ജസ്റ്റ് ലൈക്ക് വേരിയബിൾസ് ആണ്. ആർഗ്യുമെൻറ്റ്സ് ആർ സ്പെസിഫൈഡ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ നെയിം ഇൻസൈഡ് ദ പാരാന്തസിസ്. പാരാന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ആഡ് ആസ് മെനി ആർഗ്യുമെൻറ്റ്സ് ആസ് യു വാണ്ട്, ജസ്റ്റ് സെപ്പറേറ്റ് ദം വിത്ത് എ കോമ. നമുക്ക് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഒരു കോമ ഉപയോഗിച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യണം. The following example has a function with one argument, $fname.
When the family name function is called, we also pass the name Jani, and the name is used inside the function, which outputs several different first names but an equal last name. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം എല്ലാം ഡിഫറെൻ്റ് ആണ്, പക്ഷേ ലാസ്റ്റ് നെയിം സിമിലർ ആണ്. എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം പാസിംഗ് ആർഗ്യുമെന്റ്സ് ബൈ റെഫറൻസ്. PHP arguments are usually passed by value, which means that copy of the value is used in the function and the variable that was passed into the function cannot be changed. When a function argument is passed by reference, changes to the argument also change the variable that was passed in. To turn a function argument into a reference, the ampersand operator is used. ഒറിജിനൽ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല കോൾ ബൈ വാല്യൂവിൽ, പക്ഷേ കോൾ ബൈ റെഫറൻസിൽ നമുക്ക് ഒറിജിനൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. പിന്നെയുള്ളത് PHP switch statement ആണ്. Switch statement is used to perform different action based on different conditions. അപ്പോൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഒരു ഡിഫറെൻ്റ് ആക്ഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് പറഞ്ഞാൽ ഒരു കീവേഡാണ്. ഇതിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ സ്വിച്ച് പിന്നെ വേരിയബിള് case label 1, code to be executed if n is equal to label 1. break ചെയ്തു ഔട്ട് ഓഫ് ദ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് case label 2, code to be executed if n is equal to label 2. n-ന്റെ വാല്യൂ ലേബിൾ 2 ആണെങ്കിൽ നമ്മൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതേമാതിരി n-ന്റെ വാല്യൂ ലേബിൾ 3ന്റെ വാല്യൂ കൊണ്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. ഡിഫോൾട്ട് എപ്പോൾ യൂസ് ചെയ്യുന്നത്? ഇപ്പം ഏത് n is different from all the labels, n is different from all the labels ആണെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. First we have a single expression n, most often a variable that is evaluated once. The value of the expression is then compared to the values for each case in the structure. If there is a match, the block of code associated with the case is executed. Use break to prevent the code from running into the next case automatically. The default statement is used when no match is found. അപ്പോൾ doc type HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഫേവ് കളർ പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് റെഡ് അതിനെ അസൈൻ ചെയ്തു. പിന്നെ നമ്മൾ ഫേവ് കളർ സ്വിച്ചിൽ യൂസ് ചെയ്തു. കേസ് റെഡ് ആണെങ്കിൽ, അതായത് ഫേവ് കളറിൻ്റെ വാല്യൂ റെഡ് ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ്. പിന്നെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വിചാരിച്ചാൽ അത് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. കേസ് ബ്ലൂ ആണെങ്കിൽ, അതായത് $ഫേവ് കളറിൻ്റെ വാല്യൂ ബ്ലൂ ആണെങ്കിൽ നമുക്ക് എക്കോ ചെയ്യണം യുവർ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ. പിന്നെ ബ്രേക്ക് ചെയ്തു ആദ്യം. അതേമാതിരി ഫേവ് കളറിൻ്റെ വാല്യൂ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് എക്കോ ചെയ്യണം, അതായത് പ്രിന്റ് ചെയ്യണം യുവർ ഫേവറേറ്റ് കളർ ഈസ് ഗ്രീൻ. ഡിഫോൾട്ട്, അതായത് ഫേവ് കളറിൻ്റെ വാല്യൂ ഈ മൂന്നെണ്ണത്തിൽ ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് എക്കോ ചെയ്യണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണം യുവർ ഫേവറേറ്റ് കളർ ഈസ് നൈദർ റെഡ്, ബ്ലൂ ഓർ നോർ ഗ്രീൻ. പിന്നെ ബോഡി ക്ലോസ് ചെയ്തു, പിന്നെ HTML ക്ലോസ് ചെയ്തു. ഇപ്പം ഫേവ് കളറിൻ്റെ വാല്യൂ റെഡ് ആയതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി എക്കോ യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ്.
ഇനി നമുക്ക് PHP ലൂപ്പിനെ പറ്റി പഠിക്കാം. Often when you write code, you want the same block of code to run over and over a certain number of times. So instead of adding several almost equal code lines in a script, we can use loop. അപ്പോൾ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു block of code many times. Loops are used to execute the same block of code again and again as long as the certain condition is true. അപ്പം ലൂപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ പിന്നെയും അതിനെ എക്സിക്യൂട്ട് ചെയ്യണം ആസ് ലോങ് ആസ് എ സർട്ടൻ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ നമുക്ക് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യും. നമ്മുടെ അടുത്ത് 4 ടൈപ്പ് ഓഫ് ലൂപ്പ് ഉണ്ട്. ഒന്ന് വൈൽ ലൂപ്പ്, പിന്നെ ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, പിന്നെ ഫോർ ഈച്ച് ലൂപ്പ്. വൈൽ ലൂപ്പ് എന്താ ചെയ്യുന്നത്? ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. സ്പെസിഫൈഡ് കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ ഈ ലൂപ്പ് റൺ ചെയ്യും. അതായത് ഈ ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റ് ചെയ്യും ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ. പിന്നിലത് ഡു വൈൽ ലൂപ്പ്. Loops through a block of code once and then repeats the loop as long as the specified condition is true. അപ്പം ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് ലൂപ്പ് ചെയ്യും, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യും ആസ് ലോങ് ആസ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. ഡു വൈൽ ലൂപ്പ് പറഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് ഫോർ ലൂപ്പ്. Loops through a block of code a specified number of times. അപ്പം ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് വരെ അത് ലൂപ്പ് റൺ ചെയ്യും. അതാണ് ഫോർ ലൂപ്പ്. പിന്നീട് ഫോർ ഈച്ച്. ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ ഈച്ച് എലിമെൻറ്റ് ഇൻ ആൻ അറേ. ഒരു അറേയിലുള്ള ഒരു എലിമെൻറ്റിന് വേണ്ടിയിട്ട് അത് ലൂപ്പ് ചെയ്യും. ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ ഈച്ച് എലിമെൻറ്റ്. ഒരു അറേയിലുള്ള ഈച്ച് എലിമെൻറ്റിന് വേണ്ട കോഡ് ബ്ലോക്ക് ഓഫ് കോഡിനെ ലൂപ്പ് ചെയ്യും. ആദ്യം നമുക്ക് PHP വൈൽ ലൂപ്പ് നോക്കാം. അപ്പം PHP വൈൽ ലൂപ്പ് എക്സിക്യൂട്ട്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇതിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ വൈലാണ്. Condition is true, code is to be executed. Doc type HTML body PHP x equal to 1 while x less than or equal to 5 the number is $x. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 ആണെന്ന് അറിയാം. അപ്പം 1ൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ ചെക്ക് ചെയ്യും. അത് ട്രൂ ആയതുകൊണ്ട് എക്കോ നമ്പർ ഈസ് 1 കൊടുത്തു. അതേമാതിരി അത് എക്സ് ഇൻക്രിമെൻ്റ് ആവും. പ്ലസ് പറയുമ്പോൾ ഇൻക്രിമെൻ്റ് ആവും. പിന്നെ 2 നോക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണോ നോക്കും. ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ദ നമ്പർ ഈസ് 2 എന്ന് കാണിക്കും. പിന്നെ ആദ്യം എക്സ് അതായത് ഇൻക്രിമെൻ്റ് ആവും. പിന്നെ ദ നമ്പർ ഈസ് 3 എന്നാവും. പിന്നെ ആദ്യം എക്സ് ഇൻക്രിമെൻ്റ് ആവും. പിന്നെ അത് 4 ആവും. പിന്നെ അത് ആദ്യം ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് ദ നമ്പർ ഈസ് 5 ആവും. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പ്. പിന്നെ ഉള്ളത് ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് വൺസ് ആൻഡ് ദെൻ റിപ്പീറ്റ്സ് ദ ലൂപ്പ് ആസ് ലോങ് ആസ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് അറ്റ്ലീസ്റ്റ് 1 ടൈമിലെങ്കിലും അത് റൺ ചെയ്യും. അതാണ് ഡു വൈൽ ലൂപ്പ്. ഇതിൻ്റെ സിൻടാക്സ് ഡു ആണ്. കോഡ് ടു ബി എക്സിക്യൂട്ടഡ് while condition is true. The example below first sets a variable $x to 1, then the do while loop will write some output and then increment the variable $x with 1. Then the condition is checked, is $x less than or equal to 5, and the loop will continue to run as long as $x is less than or equal to 5. അപ്പോൾ ഇതാണ് do while loop.
ഡോക് ടൈപ്പ് HTML ബോഡി PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്സിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്തു, പിന്നെ ഡു ചെയ്തു, എക്കോ ദ നമ്പർ ഈസ് $x while $x less than or equal to 5. അപ്പം 1 ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് ഇൻക്രിമെൻ്റ് ആവും, പിന്നെ അത് ലാസ്റ്റ് വരെ the number is 5 വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. PHP for loop നോക്കാം. For loop is used when you know in advance how many times the script should run. സ്ക്രിപ്റ്റ് എത്ര പ്രാവശ്യം റൺ ചെയ്യുന്ന നമുക്ക് മുമ്പേ അറിയാമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിൻടാക്സ് for initial counter, test counter, increment counter, code could be executed for each iteration. അപ്പോൾ ആദ്യം നമ്മൾ ഫോർ ഇനിഷ്യലൈസേഷൻ കണ്ടീഷൻ ഉണ്ട്, പിന്നെ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, പിന്നെ അപ്ഡേറ്റ് കണ്ടീഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡോക് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, PHP ടാഗ് ഓപ്പൺ ചെയ്തു, എക്സിൻ്റെ വാല്യൂ ആദ്യം 0 സെറ്റ് ചെയ്തു, എന്നിട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ ദ നമ്പർ ഈസ് 0 എന്ന് പ്രിൻ്റ് ചെയ്തു, പിന്നെ x++ ചെയ്തു, 1 ആയി, എന്നിട്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് അത് ട്രൂ ആണെന്ന് നോക്കി, എന്നിട്ട് ദ നമ്പർ ഈസ് 1 എന്ന് കൊടുത്തു, എന്നിട്ട് x++ ആയി. എപ്പോഴും ന്യൂ ലൈനിലാണ് നമ്മൾ കാണിക്കൽ, എന്താ വെച്ചാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ന്യൂ ലൈനിലാണ് കിട്ടുന്നത്. എന്നിട്ട് അത് x++ ആയി, 3 ആയി, എന്നിട്ട് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ ആണ്, അപ്പം ദ നമ്പർ ഈസ് $3 എന്ന് കൊടുത്തു. അതേമാതിരി 10 വരെ വരും, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ ആണ്, അപ്പം അത് ദ നമ്പർ ഈസ് 10 എന്ന് കൊടുക്കും, പിന്നെ ഇൻക്രിമെൻ്റ് ആവും 11 ആവും, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പറഞ്ഞാൽ ഫോൾസ് ആണ്, അപ്പം അത് എക്സിറ്റ് ആവും. അപ്പം ഇതാണ് ഫോർ ലൂപ്പ്. പിന്നീട് ഫോർ ഈച്ച് ലൂപ്പാണ്. loops through a block of code for each element in the array. അപ്പം ഈച്ച് എലിമെൻ്റ് അറേയിലുള്ള ഈച്ച് എലിമെൻറ്റിൻ്റെ ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ഈച്ച് ലൂപ്പ് $array as $value code to be executed. അപ്പോൾ ഇവിടെ $colors is equal to array red, green, blue, yellow എന്ന് കിട്ടി. അപ്പം for each $colors equal to $value echo $value. അപ്പം red, green, blue, yellow. അപ്പം for each കളർ നമുക്ക് അതിന് വാല്യൂ കിട്ടും. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ കിട്ടും. ഇനിയുള്ളത് PHP ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ് ടു ജമ്പ് ഔട്ട് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് എക്സാമ്പിൾ ജംപ്സ് ഔട്ട് ഓഫ് ദ ലൂപ്പ് വെൻ x is equal to 4. അപ്പോൾ x is equal to 4 പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ x equal to 0 ഇനിഷ്യലൈസേഷൻ കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ $x less than 10 ചെയ്തു, എന്നിട്ട് the number is 0 കൊടുത്തു, അതേമാതിരി 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. പക്ഷെ 4 കൊടുക്കുമ്പോൾ അത് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആയി. അപ്പോൾ ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെയുള്ളത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്സ് വൺ ഇറ്ററേഷൻ ഫ്രം ദ ലൂപ്പ് if a specified condition occurs and continues with the next iteration in the loop. അപ്പോൾ ജസ്റ്റ് 1 ഇറ്ററേഷൻ അത് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇവിടെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. $x equal to 0, $x less than equal to 10, x++. If x equal to 4, continue, the number is $x. അപ്പം 0 less than equal to 10 പറയുമ്പോൾ നമ്പർ ഈ 0 കൊടുത്തു, പിന്നെ 1
ലെസ് ദാൻ ഈക്വൽ ടു 10 പറയുമ്പം ദ നമ്പർ ഈസ് 1 എന്ന് കൊടുത്തു. പിന്നെ എക്സ് പ്ലസ് പ്ലസ് 2 ആയി. 2 ലെസ് ദാൻ 10 പറയുമ്പോൾ അതിൻ്റെ ദ നമ്പർ ഈസ് 2 എന്ന് കൊടുത്തു. അതേമാതിരി 3 കൊടുത്തു. പക്ഷേ 4 കൊടുക്കുമ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യും. 4 കൊടുക്കുമ്പോൾ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ലൂപ്പ് എന്നിട്ട് കണ്ടിന്യൂ ചെയ്യും. 4 സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ the number is 5, the number is 6, number is 7, number is 8, number is 9. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. We will meet in another video. Thank you.